അയ്യോ വേണ്ട സാറേ. മേടിച്ചോ, താൻ ഫ്രീ ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ഇവിടം വരെ ഞങ്ങളെ കൊണ്ട് ആക്കി തന്നതിന് വലിയ ഉപകാരം. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ നന്ദി പറയണ്ട്. രാത്രി 7:00 ഞങ്ങള് 5:30 എന്നെ എത്തിച്ചില്ലേ? ഇതുപോലെ 1/2 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ജീവൻ ഇങ്ങനെ മരിക്കില്ലായിരുന്നു സാറേ. ഇങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ മുതലാളി എന്നെ കൊല്ലില്ലേ? ഇല്ലേ മുതലാളി? വിഷമമുള്ളോണ്ട് ചോദിക്ക, കുട്ടി മാരീഡാണോ? മാരീഡായി കിടക്കണം. അല്ല പിന്നെ Welcome, Miss Rani Kabir. Hello, Miss Rani Kabir. Thank you. ഇതാരാണ്? ഇതാണ് മുതലാളി വാണി മുഖർജി. ഇതാണ് കൂടെ പോകാൻ പാടാം. മിസ് റാണി കബീർ, നിങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? അത് ആരാണെന്ന് വെളിപ്പെടുത്താമോ മാഡം? സിനിമാ ഫീൽഡിലുള്ള ആരെങ്കിലും ആണോ? ശരിയാണ്, ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. സിനിമയുമായി അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. ഈസ് എ ബിസിനസ് മാൻ ആൻഡ് എ വിഡോവർ. ഒരു കുട്ടിയുണ്ട്. അവിടെ വഴിയില്ല. ഇവിടെ കൂടെ പോകാൻ പാടാം. ഇവിടെയൊന്നും ശരിക്കും ഹെലികോപ്റ്റർ വേണ്ടത്. അങ്ങോട്ട് പോകാനും വഴിയില്ലല്ലോ. നീ എന്ത് ചെയ്യും? അത് ആരാണെന്ന് പറയൂ മാഡം. മലയാളിയാണോ? വിവാഹം ഉടനെ ഉണ്ടാവുമോ മിസ് റാണി കബീർ? അതിനെന്താ, നമുക്ക് ഇതിനകത്തൂടെ അകത്തോടെ നീ വാ. ആ കുത്തികളല്ലേ. മിസ് റാണി കബീർ പറയൂ പ്ലീസ്. ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, ബൈ. പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞ ആള് ദേ വരുന്നു. ഇത് കൊച്ചിയിലെ ഭാസ്കർ മുതലാളിയല്ലേ? ഇതാണോ കക്ഷി? ആ തിരുവനന്തപുരത്ത് ഇറങ്ങി. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വ്യവസായ പ്രമുഖനും ബാങ്കർ ശ്രീ ശങ്കരനാരായണന്റെ മകനുമായ മിസ്റ്റർ ഭാസ്കർ ആണ്. ഇദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഭാസ്കർ മുതലാളി. നമസ്കാരം. സോറി മാഡം, അദ്ദേഹം കൂടെ വന്ന് ഒരുമിച്ച് പോവാം. യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പോൾ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? റാണിക ബിയറിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മൾ എന്തിനു മറച്ചു വെക്കണം? തുറന്നു പറ. ഇവരിതെങ്ങനെ അറിഞ്ഞു? ഇവർക്ക് ഇത് തന്നെ പരിപാടി. ശരിയാണ്. ഇന്നലെ ഫുള്ളേറ്റ് ഉണ്ടായിരുന്നു കൂടി പറ മുതലാളി. റാണി കബീർ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? ആദ്യമൊന്നും അത്രക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അങ്ങനെ മനോവിഷമം വരുമ്പോഴൊക്കെ മുതലാളി എന്നെ വിളിച്ചു പറയും. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ പോയി തപ്പിപ്പിടിച്ച് രഹസ്യമായിട്ട് റൂമിലെത്തി. വലിയ മുതലാളിക്ക് ഇതൊക്കെ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഭാര്യ മരിച്ചത്. അതല്ല മുമ്പ് പറഞ്ഞത്. ഇനി അത് പിന്നെ ചോദിച്ചു മുതലാളി വിഷമിപ്പിക്കാന്ന് മാറണേ. മുതലാളി വന്ന് അവരോട് ഇനി ആരെങ്കിലും ചോദിച്ചാൽ മൈക്കും ചോദിച്ചു ക്യാമറയിൽ ഞാൻ തുപ്പി വെക്കും. ഹായ്. നിങ്ങൾ മാഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും മേഡത്തിന്റെ കൂടെ തന്നെ ഇരിക്കണം. വരൂ. Dear friends, this year we have very special guest for 81st 2015. What's your name? Adi. There is none other than Can I take a selfie with you? actress Sure. Miss Rani Thank you. Kabir. I cordially invite Miss Thank you so Rani much. Kabir Okay. for inaugural address. Ma'am, please. Good evening. It's an absolute pleasure to be here. I really like to thank the organizers for having me here. Also, I appreciate the effort of... എടാ നിന്നത്തെ ടിവി കാണിക്കുന്നു, കാണാവോ? It's such a brilliant thought. ഞാനിപ്പോ റാണി കബീറിനോട് സ്റ്റേജിലിരിക്കാ. ഞാൻ സെൽഫി ഒക്കെ എടുത്തു. അപ്പൊ ഈ പറയണൊക്കെ ശരിയാണോ? നിന്റെ പപ്പയാ ആ നടി റാണി കബീറിനെ കല്യാണം കഴിക്കാൻ പോണേ? ആര് പറഞ്ഞു? ഇത് ടിവിയിൽ പറയുന്നു. നീ ഫോണിൽ ന്യൂസ് വെച്ച് നോക്കിയേ. So kids, this is a one-time opportunity. മാഡം പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? ശരിയാണ്, ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പോൾ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്.
റാണി കപൂർ എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? നീ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു? ഇതൊക്കെ ന്യൂസാ പപ്പ. കേരളത്തിലെ പ്രമുഖ വ്യവസായിയും ബാങ്കർ ശങ്കരനാരായണന്റെ മകനുമായ ഭാസ്കറാണ് കാമുകൻ. ഭാസ്കറിന് നേരത്തെയുള്ള വിവാഹത്തിൽ ഒരു ആൺകുട്ടിയുണ്ട്. ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് റാണി കബീറും ഭാസ്കറും ചേർന്നാണ് അവരുടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ചത്. നല്ല സംഗീത കച്ചേരിയായിരുന്നട്ടാ. സംഗീത കച്ചേരിയല്ലടാ, ശിങ്കാരിമേള. ഓ, എനിക്ക് രണ്ട് മാറിപ്പോയി. മുതലാളി. ഹലോ അബ്ദുറസാഖേ, എന്തോ? നീ എവിടെയാണ്? ഞാനിവിടെ ഓടിച്ചോടത്ത് തന്നെ ഉണ്ട്. അപകടമാണ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് എറണാകുളത്ത് എത്തണം. ഒരു വണ്ടി വേണം. ആംബുലൻസ് വേണ്ടി വരുമോ? മിക്കവാറും വേണ്ടി വരും. ഓക്കെ. ഈ പോഴത്തരം കാണിക്കാനാണോടാ രാവിലെ തന്നെ 2 പെട്ടി ഡ്രസ്സുമായിട്ട് ഈ കുരങ്ങന്മാരെ കൂട്ടി നീ ഇവിടുന്ന് പുറപ്പെട്ടത്? ഞാൻ പോയില്ലട്ടാ. നീ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ മല പറിച്ചതേ. പോയിന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലേ. ഉണ്ടല്ലേ. ഹലോ, ഞാൻ റാണി കബീർ മേഡത്തിന്റെ മാനേജറാണ്. ഭാസ്കർ മുതലാളി ഉണ്ടോ? ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. മുതലാളി നല്ല ടെൻഷനില്ല. പിന്നെ വിളിക്ക്. എടാ, കാശുണ്ടാക്കാനും അടിയുണ്ടാക്കാനും അല്ലാതെ പിന്നെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇതുപോലെ കുറെ വിട്ടിത്തങ്ങൾ കാണിക്കാനും. ഈ നാട്ടക്കേസിൽ 2 പേരും വലിച്ചടിച്ച് മാനം കെടുത്തിയില്ലേ പത്രക്കാരും ചാനലുകാരും. നമുക്കൊരു തിരുത്തു കൊടുത്താലോ മുതലാളി? എന്ത് തിരുത്ത്? ഞാൻ ഇവന്റെ തന്തയല്ലെന്നോ? അയ്യേ, അത് വേണ്ട. ഇറങ്ങി പോടാ മരപ്പെട്ടി കഴുതേ. എടാ, എവിടെ പോണു? അല്ല, പോകാൻ പറഞ്ഞ്. ഓഹോ, എന്തൊരനുസരണ! നീ ഡ്രൈവറാണോ പെണ്ണ് ബ്രോക്കറാണോ? രാത്രി രഹസ്യമായി ഇവിടെ കൊണ്ട് ഇറക്കാൻ? അയ്യേ, ഞാൻ റാണിക ബിയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ബോധമുള്ള ആരെങ്കിലും ഒരു സിനിമ നടിക്ക് റാണി കബീർ എന്ന് പേരിടുവോ? അതല്ലേ കുഴപ്പമായത്? ഓ, റാണി കബീർ അല്ല, റാണി കബീർ. ഇതവന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഹലോ, ഭാസ്കർ മുതലാളിയെ ഒന്ന് കിട്ടൂ? ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ആരാടാ അത്? ആ സിനിമാ നടിയുടെ മാനേജരാ. ഭാസ്കർ മുതലാളിയോടൊന്ന് സംസാരിക്കണമെന്ന്. ഇങ്ങോട്ട് വാ, ഞാൻ സംസാരിച്ചോളാം. മാഡം, ഫോൺ. ഹലോ. നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സർ? എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? അതെ, ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ട് പോലുമില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു പച്ച കള്ളം പറഞ്ഞ് എന്നെ ഇത്ര ഉപദ്രവിച്ചത്? അയ്യോ കുട്ടി, ഞാനവന്റെ അച്ഛനാ, ബാങ്കർ ശങ്കരനാരായണൻ. അതെ, അവനൊരു അബദ്ധം പറ്റിയതാ. റാണിക ബീർ എന്ന് പറഞ്ഞൊരു ബീറുണ്ട്. അവൻ പറഞ്ഞതെല്ലാം അതിനെ കുറിച്ചാ. ഇനി പറഞ്ഞിട്ട് എന്താ? എന്നെ സ്നേഹിച്ച ആള് ഇതെല്ലാം വിശ്വസിച്ച് പിണങ്ങിപ്പോയില്ലേ? അയ്യോ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങളുടെ കല്യാണം ഒന്നും നടക്കാതിരിക്കില്ല. അത് ഞാൻ ഏറ്റു. ഇതാണ് വലിയ മുതലാളി. ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ഞാൻ കേട്ടെടുത്തോളം റാണി കബീറിന്റെ ഫാമിലി നല്ല ബെസ്റ്റ് ഫാമിലിയാ. അച്ഛൻ മുസ്ലിം, അമ്മ പഞ്ചാബി, ചേട്ടൻ ക്രിസ്ത്യാനി. ഭാഗ്യത്തിന് റാണി കബീർ മാത്രം ഹിന്ദു ആട്ടോ. എന്തായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്തി കൊടുത്തേക്കാന്ന്. ഒരൊറ്റ ചവിട്ടുന്ന നീ പഞ്ചാബി പോയി കിടക്കും. ഇവനെ ചവിട്ടുന്നതിന് മുമ്പ് നീ പോയി ആ സിനിമാതരുടെ കാമുകൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ബന്ധം പഴയതുപോലാക്കണം. അതോടെ ഈ നാട്ടക്കേസ് തീരുമല്ലോ. വിക്രമ, മുതലാളി, ആ കാമുകനെ എവിടുന്നെങ്കിലും തപ്പി പിടിച്ച് പൊക്കിയെടുത്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കും. ഈ വിട്ടി കൂഷ്മാങ്ങളെയും കൂട്ടിയക്കാരും പോയാൽ ആ വഴി പൊയ്ക്കോണം. ഇങ്ങോട്ട് വന്നേക്കരുത്. മിസ്റ്റർ ഭാസ്കർ, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? സിദ്ധാർത്ഥ് മേനോനും റാണി കബീറും പിരിഞ്ഞു എന്നുള്ളത് സത്യമാണല്ലോ സർ. നിങ്ങൾ ഇപ്പോഴും പ്രണയത്തിൽ തന്നെയാണോ? നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞാൻ അകത്തുപോയി അദ്ദേഹവുമായി സംസാരിച്ചിട്ട് ഞങ്ങൾ പുറത്തു വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്നൊരു സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വഴിവിട്ടെ. നടി റാണി കബീറിന്റെ ജീവിതത്തിൽ നിന്നും മാറിത്തരണമെന്ന് അഭ്യർത്ഥിക്കാൻ സിദ്ധാർത്ഥ് മേനോന്റെ ഓഫീസിലേക്ക് ഭാസ്കർ മുതലാളി നേരിട്ടെത്തിയിരിക്കുകയാണ്. പ്രൊവിഷൻ ചാനലിന് വേണ്ടി ക്യാമറമാൻ സജിക്കൊപ്പം ബിജു രാഘവ്. സർ, ഒരു ഭാസ്കർ മുതലാളി കാണാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയൂ, കോൺഫറൻസിലാ. ഓക്കെ സർ, അപ്പോ നമുക്കത് ഫിക്സ് ചെയ്യാം. ഓക്കെ. അല്ലിതും കൂടെ. സോറി, താങ്ക് യു. ക്ഷമിക്കണം, ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതല്ല. ഞാൻ അറിയാതെ നിങ്ങളൊരു കുടുംബകാര്യത്തിൽ പെട്ടുപോയി. അതിന് പ്രധാന കാരണം ഞാൻ കുടിക്കുന്ന ബിയറും നിങ്ങളുടെ കാമുകയുടെ പേരും ഒന്നായി പോയി. അതിന് നമ്മൾ രണ്ടുപേരും തെറ്റുകാരല്ല. അതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ വന്നത്. Get out. Get out, you rascal.
സിനിമാ താരം റാണി കബീറിന്റെ വിവാഹ വാർത്തയ്ക്ക് പുതിയ വഴിത്തിരിവ്. ആ സംഗതി സോൾവ് ആയി. സംഭവം ഒത്തുതീർപ്പാക്കാനെത്തിയ പുതിയ കാമുകൻ പൂർവ്വ കാമുകനെ തന്റെ ഓഫീസിൽ നിന്ന് വലിച്ചിറക്കി തല്ലി. പിന്നെ എല്ലാം കുഴപ്പാക്കിയല്ലോ ഇവൻ. സംഭവത്തിന്റെ വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിജു ഇപ്പോൾ ലൈനിലുണ്ട്. ബിജു, രതീഷ് കേൾക്കാം. ബിജു, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രതീഷ്, സിനിമയിൽ പോലും കാണാൻ കഴിയാത്ത സംഘടന രംഗങ്ങളാണ് ഇപ്പോഴിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ തല്ലുകൊള്ളാത്ത ഒരേ ഒരാളെ ബാക്കിയുള്ളൂ, ഈ ഞാൻ.